ചെറിയ നാരങ്ങയോ വലിയ നാരങ്ങയോ? പാടിപ്പോവോ? ചായ കുടിച്ചായിരുന്നോ? ആ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. പല വെട്ടം ഇവിടുന്ന് ഓരോന്ന് നോക്കിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. കിളവനെ ഇവിടെ നിർത്താൻ കൊള്ളാമോ, നിർത്താൻ കൊള്ളത്തില്ലയോ എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. അങ്ങളെ, അത് ഇപ്പുറത്ത് കിടക്കുന്നു കുപ്പ, അതാണ് ഇപ്പുറത്തോട്ട്. അമ്മ ഈ പൂ ഇപ്പം പാടുവോ അമ്മ? ഈ പൂ പാടാറായോ? സമയം പോയി, കടയിൽ പോകാൻ.
മോട്ടിക്കാൻ കൊള്ളത്തില്ല. കണ്ടോ? അപ്പൊ ഇവിടെയുള്ള സർവ്വ സാധനങ്ങളും ഈ കിളവനാ മോട്ടിക്കുന്നത്. അവിടെ ഇട്ടുന്ന മാലയെടുത്ത് ടക്കനെ പോക്കറ്റിലിട്ട്. പോവാന്നോ? എന്റെ ഒരു മാല കണ്ടില്ല കേട്ടോ. കഴുത്ത ഇട്ടിരുന്നതാ, ഇവിടെ എവിടെയോ കളഞ്ഞു. പട്ടപടി കണ്ടില്ല. ഇങ്ങോട്ട് ഞാൻ രാവിലെ ഈ ഷാൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ കഴുത്തി കൊളുത്ത് ഇങ്ങനെ ഒരു ലൂസായിട്ട് കിടന്നു. അപ്പൊ ഇവിടെ എവിടെയോ വീണതാ. ഇവിടെ കണക്കുള്ളോ? അച്ഛൻ കണ്ടില്ലയോ? തൂത്തടത്തൊന്നും കിട്ടിയില്ലയോ? കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കിട്ടിയില്ലേ? കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടും. മാല കിട്ടും. നിങ്ങൾ എടുത്തില്ലയോ അച്ഛാ? മാല കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇതെന്റെ തന്നോ? കണ്ടായിരുന്നോന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ എങ്ങനെ വീണ് കിടക്കുന്ന കണ്ടായിരുന്നോ? മാല കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളാ മാല എങ്ങതാ? ആ മാല എങ്ങതാ? പറഞ്ഞല്ലോ. ഇതിനകത്ത് എന്താ? അതിനകത്തല്ല, പാക്കറ്റില്. എന്റെ സാധനമൊന്നുമില്ല. അതെന്റെ ബാഗ് നോക്കട്ടെ, അതിനകത്ത് മാല ഇതായിരിക്കുന്നു. മാല എടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ മേലാൽ അതിനകത്തെന്തോ കിടക്കുന്നു. എന്റെ സാധനം ഇതായിരിക്കുന്നു. അതിനകത്തെന്തോ കിടക്കുന്നു. ഇതെന്തുവാ? ഇവിടുത്തെ പൗഡർ ടിന്ന്. അതെല്ലാം എടുത്തോ. കൈ നനയ്ക്കും. വീട്ടിൽ കളവ് ചെയ്യരുത് കേട്ടോ. വീട്ടിൽ കയറി വരുന്ന ഓരോ സാധനങ്ങളും ഡെയിലി മോട്ടിച്ചോണ്ട് പോവാ. എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. എന്നോട് ചോദിച്ചാൽ ഞാൻ തരും കേട്ടോ. മാല എവിടെ കിടന്നത് എടുത്ത് പോക്കറ്റിലിട്ട്. വേണ്ട, വീട്ടു ജോലിക്കാരെ വെക്കുന്നതേ മണ്ടത്തരവാ. എന്തെങ്കിലും കൈ കിട്ടുന്നത് മോട്ടിച്ചോണ്ട് എനിക്ക് വേണ്ട. ആ മാല എടുത്ത് പോക്കറ്റിലിട്ട് പൗഡറിനിട്ട് കവറിലിട്ട് ഓരോ ദിവസം വന്ന് ഓരോ സാധനങ്ങളും മോട്ടിച്ചോണ്ട് പോകും. ചോദിച്ചാ ഞാൻ തരുമല്ലോ. എന്തിനാ കള്ളത്തരം കാണിക്കുന്നേ? ഇതാ പറയുന്നേ, വീട്ടില് നമ്മുടെ ജോലി നമ്മൾ ചെയ്തോണം. ഇനി മേലെ ഇവിടെ ഒരു ജോലി. ഹലോ ഹലോ, ആളുണ്ടോ? ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. calling bell. Hello? Hello, madam? Dia kata muka mana? Nah, mulia dan ke?
മേഡം ഒരു വേലയിൽ പാക്കാൻ വന്നതാ. ഞാൻ ഇന്നാളൊക്കെ വന്നപ്പോലെ എനിക്ക് കണ്ടറാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വേലയ്ക്ക് ആളില്ല, ഒരു വേല കൂളിക്കാരനെ അങ്ങനെ വിളിച്ചു വിട്ടതാ. ആരാ അമ്മ അവിടെ? എവിടുന്ന് വരുവാ? ഇറങ്ങടോ. എവിടുന്ന് വരുവാ? ഞങ്ങൾ തെങ്കാശി എനിക്ക് ഉറക്കം ഇറങ്ങിയതാ. എന്തുവാ? ഒരു ചെറിയ വേലയിൽ പാക്കാനാ. അയ്യോ, ഒരു ജോലിയും വേണ്ട. ഇവിടെ സ്ഥിരം മുറ്റം തൂക്കാൻ വരുന്ന ഒരു അങ്കിളുണ്ട്. അവനെന്നും മോഷണവാ. ഇന്ന് ഞങ്ങൾ അത് കണ്ടുപിടിച്ച് മോട്ടിക്കുന്നത്. പഴക്കും പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ജോലിക്കാരൊന്നും വേണ്ട. അമ്മാവേ, ഞാൻ അങ്ങനെയൊന്നുമില്ല അമ്മാവേ. ഒരു പാവ അമ്മ തന്നതുപോലെ മുടിച്ചിട്ടാ ചെഞ്ചു പോകും. ഒരു കളവോ കപ്പള ഒന്നുമില്ല. അപ്പുറത്ത് കട പൊളിച്ച സാധനങ്ങൾ കടന്നു ഈ വിറവൊക്കെ അപ്പുറത്ത് അമ്മ, അവനെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം തോന്നുന്നു. ഇവിടെ വീട്ടു ജോലിക്കാരുടെ ആവശ്യമില്ല. ഞാൻ കടയിൽ പോയിട്ട് വന്ന് രാത്രി ആയാലും ഇതെല്ലാം പറക്കി ഒതുക്കിക്കോളാം. അമ്മ ചുമ്മാ ഇരി. കണ്ടോ, ഒരുത്തനെ വീട്ടിൽ പിടിച്ച് ജോലിക്ക് നിർത്തി അവൻ വന്ന് മുളച്ചിച്ചോണ്ട് പോയത് കണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഈ വിറവ് പറക്കി അപ്പുറത്ത് കൊണ്ടുപോയി കട പൊളിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ പറക്കി ആ തകരവും കമ്പി ആട്ടയെല്ലാം പറക്കി അപ്പുറത്ത് കൊണ്ടുപോയി. വേടോ, എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചാ പോലീസിനെ വിവരം അറിയിക്കും കേട്ടോ. ഇപ്പൊ ഒരു കള്ളനെ ഓടിച്ചതേ ഉള്ളൂ. ഈ ജോലിക്കാരെ ഒന്നും വെക്കരുത്. സത്യം പറഞ്ഞ അവന്മാര് മോട്ടിക്കാനാ വരുന്നേ. ഉമ്മച്ചി പെട്ടെന്ന് ആഹാരം എടുത്ത് വെക്ക്. സമയം പോയി. എത്ര എടുത്താ ഞാൻ പോയി ജോലി ചെയ്ത പേർക്ക് 100 രൂപ ശമ്പളം ഇവിടെ ചോദിച്ചു. எல்லாமே முடிஞ்சது வேலையா செய்து விரத அரைக்க നോക്കി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഓടി വാ. ഇതിലൊരു സാധനം മോട്ടിച്ച ഞാൻ പറഞ്ഞല്ലോ. രാവിലെ എനിക്ക് ഒരു അനുഭവം കിട്ടിയതാ. കള്ളനെ ഇന്ന് ഞാൻ കൈയോടെ ഇതെല്ലാം നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് പൊളിച്ചിട്ട സാധനങ്ങളാ. ഇതെല്ലാം ചെവിരി കിടക്കുന്നതെല്ലാം പറക്കി ഒതുക്കി പറക്കി വെക്കും കേട്ടോ. പറക്കി വെച്ചിട്ട് വശം സമയം പോകും. അമ്മ 10 രൂപ കാശ് എടുത്ത് കൈ തന്നാ മതി. ഇതെല്ലാം പറക്കി അടിക്ക് ക്ലീൻ ചെയ്യണം. ചുമ്മാ താറുമാറായിട്ട് വരികരുത്. അമ്മ പെട്ടെന്ന് പോയി കുളിക്കമ്മ. ഞാനൊന്ന് കുളിക്കാൻ പോകണം. ആ കുളി പെട്ടെന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് റെഡി ആവും. ആശുപത്രി പോകാൻ സമയമായി. പെട്ടെന്ന് പോ. അത് ആരാവത്തുന്ന കുളിക്കുന്നേ അമ്മ? എന്തുവാടോ ഇവിടെ കുളിക്കുന്ന കാര്യം പറയുമ്പോ ഇയാൾ കുളിക്കുന്നത് ചോദിക്കുന്നേ? വട്ടാണോ? ഇവ ശരിയല്ല. ആള് ഇവനെ പറഞ്ഞു വിടാ. ഇവനെ കണ്ടിട്ട് എന്തോ ഒരു അപാകത തോന്നുന്നു. വെള്ളം അപ്പുറത്ത് കൊണ്ടുവയ്ക്കാനല്ലേ പറഞ്ഞു? ഇവിടെ വീട്ടിനകത്ത് വെള്ളം കൊണ്ടുവരുന്നോ? ഓടാ, നീ ജോലിയൊന്നും ചെയ്യണ്ട. പോ, നിന്റെ പാട് നോക്കി. ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് നീ പെട്ടെന്ന് പോ. നീ കേട്ടോ, ഇവിടെ മര്യാദക്ക് അടുക്കി വെച്ചിരുന്ന സാധനം എടുത്തോണ്ട് അവിടെ വലിച്ചു വാരിയിടാനില്ല. അത് ഒതുക്കിയിട്ട് പോ. പൈസ തരാം. ഇവ രാവിലെ കഞ്ചാവ് അടിച്ച ഇവിടെ എന്തോ പറ്റി? എടാ, അത് പറക്കി ഇരുന്നിടത്ത് കൊണ്ടുപോയടാ. നീ ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നേ? എടാ, നീ ഇങ്ങനെയാണോ ഇവിടെ ജോലി ചെയ്യുന്നത്? അതെടുത്ത് ഇരുന്നിടത്ത് കൊണ്ടുപോയി. പെട്ടെന്ന് എനിക്ക് സമയമില്ല. എനിക്ക് എന്റെ ഷോപ്പിലെത്തണം. പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഞാൻ അപ്പോഴേ അമ്മായോട് പറഞ്ഞതാ, വീട്ടു ജോലിക്ക് ആളിനെ വെക്കല്ലേ. എല്ലാം കള്ളന്മാരാണ്. കള്ളപ്പണി എടുക്കാൻ വന്നതോ? നീ വീട്ടിന് അവിടെ കയറി വന്നോണ്ടല്ലേ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു വിട്ടത്? ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവിടെ കൊണ്ടുപോയി. എനിക്ക് സമയവും പോയല്ലോ പഠിച്ചവനെ. പെൺഡ്രൈവറെ കിട്ടിയായിരുന്നു. പെൺഡ്രൈവർ നമുക്ക് കയറ്റി അടിക്കാൻ സ്റ്റുഡിയോ ഒന്ന് കൊണ്ടുകൊടുക്കാം. എനിക്ക് കൂട്ടുകാരുണ്ട്.
പിന്നെ പൊളിക്കും പിന്നല്ലേ രാമയ്യ ഇവിടെ നിന്നും വേക്കാം ഇപ്പൊ വരും കുറച്ച് പൈസ കിട്ടും 50 ലക്ഷത്തിനുള്ള ചിറക്കാൻ പേഴ്സണൽ കാര്യമല്ല അത്യാവശ്യം അർജന്റ് തന്നെ അത് ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ എനിക്ക് പറ്റില്ല ഓക്കെ പോയി നോക്കട്ടെ കൊള്ളാലോ കുളിച്ചിട്ടൊന്നും കാണാൻ എനിക്ക് പോയെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ അങ്ങോട്ട് ആ കുളിപ്പുറലോട്ട് ഒന്ന് പോയി എത്തി നോക്കട്ടെ വടക്കേ വശത്ത് പടിഞ്ഞാറല്ലേ ബാബാത്രക്കുമ്പിൽ നോക്കട്ടെ ഞാൻ അവിടെ ചിന്തിക്കുന്നു അറിഞ്ഞ് കണ്ടിട്ട് മതിൽക്കറ്റം അതെ അത് ഏതെങ്കിലും പൂജയോ പറ്റിയായിരിക്കും ഏതോ പൂജയെ വെട്ടിയോ? ഓ ഉമ്മച്ചിക്ക് കാഴ്ചയില്ല, കണ്ണാടി വെക്കാൻ വന്ന ബാത്റൂമിൽ കയറിയേ. ഓ എന്തെങ്കിലും ആയിരിക്കും. ഉമ്മച്ചി പതുക്കെ ഇങ്ങോട്ട് കയറി പതുക്കെ വാ. കണ്ണു കാണാതെ എന്തിനാ കണ്ണാടി വെക്കാതെ ബാത്റൂമിൽ കുളിക്കാൻ കയറിയേ? ഇല്ല ഉമ്മച്ചി എന്തിനാ ബാത്റൂമിൽ കയറിയെന്നില്ല? നീ എന്ത് തളിച്ച പണിക്ക് വന്നിട്ട് നീ സ്ത്രീകളെ കുളിസീൻ എടുക്കാൻ വന്നോ? വീട്ടു ജോലിക്കാന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്റെ ഉമ്മച്ചിയുടെ കുളിസീൻ എടുക്കോടാ. എടാ കള്ള ബോധം കെട്ട്. പോലീസ് ഇവരാക്കിട്ടോ അവനെ ബോധം കെട്ട്. പെട്ടെന്ന് പൊരുത്തനവിടെ ബാത്റൂമിൽ കയറിയിരുന്നു. ഉമ്മച്ചി കുളിക്കുന്ന സീൻ മൊബൈലിൽ പാർത്തുമായിരുന്നു. ഞാൻ പറഞ്ഞ വീട്ടിലെ ജോലിക്കാരന്മാരെ കേട്ടതെന്ന് പറഞ്ഞില്ലയോ? അമ്മച്ചി നൈറ്റ് ഒന്നും മാറിയില്ലായിരുന്നല്ലോ. അയ്യോ ഞാൻ പറഞ്ഞില്ലയോ, കള്ളന്മാരെ ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യണം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ സൂക്ഷം പോലെ ഞാൻ കണ്ടതുകൊണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട്. ഓ